നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പ്രവാസികളും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം പ്രവാസികളാണ് മണ്ഡലത്തിലെത്തിയിട്ടുള്ളത്. ഉയർന്ന വിമാനയാത്രാ നിരക്ക് പോലും അവഗണിച്ചാണ് പലരുടെയും യാത്ര. ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിൽ നിന്നടക്കം നേതാക്കളെത്തിയാണ് പ്രവാസികൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് തിരികൊളുത്തിയത്. UAE-യിൽ, ദുബായിലും ഷാർജയിലുമെല്ലാം പ്രത്യേക കൺവെൻഷനുകൾ നടന്നു. സൗദി അറേബ്യയിൽ, ജിദ്ദയിലും റിയാദിലുമെല്ലാം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ആവേശച്ചൂടിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് പലരും മണ്ഡലത്തിലെത്തി പ്രചാരണവും നടത്തി. ജോലി തിരക്കും വിമാനയാത്രാ നിരക്കിലെ വർധനയുമെല്ലാം അവഗണിച്ച് അവസാന ദിവസം വോട്ട് ചെയ്യാൻ പുറപ്പെട്ടവരുമുണ്ട്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു ബോധ്യം വന്നതുകൊണ്ടാണ് ഇവിടുന്ന് അവിടെ പോയി വോട്ട് ചെയ്യണമെന്ന് വളരെ താല്പര്യത്തിൽ തന്നെയാണുള്ളത്. ഇലക്ഷൻ വോട്ടെണ്ണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും UAE-യിൽ മാത്രം 1000-ഓളം പ്രവാസികളുണ്ട്. പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നുമാണ് ഏറ്റവും അധികം പ്രവാസികൾ ഉള്ളത്. നിലമ്പൂരിൽ നിന്നും നിരവധി പേർ സൗദി അറേബ്യയിലുമുണ്ട്. പ്രചാരണത്തിനും വോട്ട് ചെയ്യാനും പോകാൻ കഴിയാത്തവർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആശയ പ്രചാരണം നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.